കർത്തൃ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുപാദപീഠത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് ദൈവാലോചന ചോദിച്ചു വാങ്ങി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വചന കേൾവിക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി നൽകി തരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ വന്ദനം പറയുന്നു. നിങ്ങൾക്കായി എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ധന്യമാകട്ടെ. ഓരോ ചുവടുകളിലും ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. സ്വർഗീയമായിരിക്കുന്ന സകല ആത്മീക നന്മകളാലും നമ്മെ ഉയരത്തിൽ നിന്ന് ഉദയം സന്ദർശിച്ച് ഇരുട്ടുമാറ്റി തേജോ രൂപികളാക്കി മാറ്റുവാനുള്ള വഴി ദൈവം ഒരുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ കർത്താവിന് മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 38 അധ്യായം 19 വാക്യം വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 38 അധ്യായം 19 വാക്യം. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും. ഒന്നോടെ ആവർത്തിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്തു വരുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം ദൈവത്തെ സ്തുതിക്കും. ഹിസ്കിയ രാജാവിൻ്റെ ഏറ്റവും ദാരുണമായിരിക്കുന്ന വേളയിൽ ശാരീരിക സൗഖ്യമില്ലാതെ മരണക്കടക്കയിൽ കിടക്കുമ്പോൾ രോഗാതുരനായി മരിച്ചു പോകുമെന്ന് ദൈവം പോലും വിധി പറഞ്ഞ് പ്രവാചകൻ വീട്ടിൽ വന്ന ദൂത് കൈമാറിയിരിക്കുന്ന പ്രത്യേക സന്ദർഭം. ആ സന്ദർഭത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ എടുത്ത ചില തീരുമാനങ്ങൾ, തൻ്റെ നയങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നൊരു അധ്യായമാണ് 38 അധ്യായം. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങൾ. ആയുസ് തീർന്നിട്ടില്ല, ആയുസിൻ്റെ മധ്യത്തിലേ എത്തിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം 10 വാക്യത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. ജീവിക്കാൻ ഇനിയും ബാക്കി ഒത്തിരി കിടക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. ഇനിയും ജീവിതം ബാക്കി കിടക്കുന്നവർ, പഠനം കഴിഞ്ഞേ ഉള്ളൂ, ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് എത്തിയേ ഉള്ളൂ, വിവാഹം കഴിച്ചേ ഉള്ളൂ, കുഞ്ഞുങ്ങൾ 2 പേര് ജനിച്ചിട്ടേ ഉള്ളൂ, വളർന്നു വരാൻ തുടങ്ങുന്നേ ഉള്ളൂ, ജീവിക്കാൻ 2 കാലം നിന്ന് തുടങ്ങിയേ ഉള്ളൂ, കർത്താവിന് ഈ അടുത്ത കാലത്ത് അറിഞ്ഞേ ഉള്ളൂ, പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയേ ഉള്ളൂ, ഒരാത്മീക കൂട്ടായ്മയിലേക്ക് പോകാൻ ആരംഭിച്ചേ ഉള്ളൂ. ഈ അടുത്ത കാലത്താണ് വചനത്തിൻ്റെ നിശ്ചയങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടാൻ തുടങ്ങിയത്. ഇതുപോലത്തെ കൊച്ചു ചിന്തകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അടുത്ത കാലമായുള്ളൂ. ദൈവത്തെയും ദൈവമക്കളെയും അടുത്തറിയാൻ തുടങ്ങിയിട്ട് അല്പകാലമേ ആയുള്ളൂ. ഇനിയും ബാക്കി ഒത്തിരി ഓടിത്തീർക്കാനുണ്ട് എന്ന് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? അതിനർത്ഥം പ്രായമുള്ളവരും തലമുടി നരച്ചവരൊക്കെ ഇത് കേൾക്കാതെ മാറിയിരിക്കാനല്ല. എങ്കിലും ഞാൻ ആത്മസ്നേഹത്തോടുകൂടെ ഒരുപാട് പേരെ ചേർത്ത് നിർത്താൻ വേണ്ടി ചോദിക്കട്ടെ. ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ ജീവിതത്തിൻ്റെ പകുതി എത്തിയിട്ടുള്ളൂ, ബാക്കി ഇനിയും കിടക്കുക. സുന്ദരമാക്കണ്ടേ, നന്മയാക്കണ്ടേ, ബാക്കി ഇനി എത്ര കാലം എന്ന് നമുക്ക് നിശ്ചയമില്ല. ആയുസ്സും അതിരും നിശ്ചയിക്കുന്ന ദൈവമാണ്. എന്നൊരു മാനുഷിക കണക്കനുസരിച്ച് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മധ്യവയസ്സെത്തിയവരെ, മധ്യവയസ്സ് കഴിഞ്ഞവരെ, നിങ്ങളുടെ പ്രായം 50, 60, 40, 28 എത്രയാകട്ടെ, ബാക്കി ആയുസ് കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബാക്കിയുള്ള ആയുസ് എങ്ങനെയെങ്കിലും തീർക്കണമെന്നല്ല, ഉജ്ജ്വല പ്രഭയുള്ളതും ദൈവത്തിൻ്റെ കരുണ ലഭിച്ചതും സാക്ഷ്യപൂർണ്ണമുള്ളതുമാക്കി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കണം. പകുതി എത്തിയുള്ളൂ, ആയുസിൻ്റെ മധ്യത്തിലെത്തിയുള്ളൂ. അങ്ങനെ തന്നെ ചിന്തിച്ചേ, അങ്ങനെ തന്നെ പറഞ്ഞ് ധൃതി പിടിക്കാതെ. ഇനിയും ഒത്തിരി നേടാനുണ്ട്, ഒത്തിരി അറിയാനുണ്ട്, ഒത്തിരി പ്രാപിക്കാനുണ്ട്. പകുതിയേ എത്തിയുള്ളൂ. നിങ്ങളോട് തന്നെ പറ, പകുതി എത്തിയുള്ളൂ. ബാക്കി ദൈവത്തിൻ്റെ കൂടെ വചനമനുസരിച്ച് പരിശുദ്ധാത്മ നിയോഗത്തോടെ സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് സുന്ദരമാക്കാം എന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് ഉറക്കെ. പരാജയങ്ങളോ തോൽവികളോ ഭീഷണികളോ നിന്ദകളോ ഇന്നനുഭവിക്കുന്ന വ്യഥകളോ ഇതൊന്നും നിങ്ങൾ ഓർക്കല്ലേ. ബാക്കിയുള്ള കാലം നന്നാക്കാം. ഹിസ്കിയ രാജാവിൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ ഭയങ്കരമായിരിക്കുന്ന ദാരുണ സംഭവങ്ങൾ. ഒത്തിരി ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നൊരു മനുഷ്യനാണ് താനും, പക്ഷേ അയാൾ അപ്രതീക്ഷിതമായി നേരിട്ട വലിയ പ്രയാസം. അങ്ങനത്തെ ആ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വിജയരഹസ്യങ്ങൾ പറയുകയാണ്. അതിൽ 19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഈ കഷ്ടത്തിൽ കിടക്കുമ്പോൾ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു, ഏകദേശം ഇന്ന് ചെയ്യുക, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി, ഇപ്പോൾ അദ്ദേഹം കടന്നു പോകുന്ന ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പരിവം, ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി,
മനസ്സിലാക്കണം. 5-6 കൂട്ടം കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. രോഗിയാണല്ലോ, അത് നമുക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ ശ്രദ്ധിച്ചു. 12-ാം വാക്യം, എൻ്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയകൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം അർത്ഥം ഇതാണ്: കൊട്ടാരത്തിലാണ് രാജാവ് പാർക്കുന്നത്, രാജാവാണല്ലോ അദ്ദേഹം. പക്ഷേ ഒരു പ്രത്യേകത അന്നേ കാലത്തുണ്ട്. മാരകമായ രോഗങ്ങൾ, മരിക്കത്തക്ക ദീനങ്ങൾ, അങ്ങനെയുള്ള കോളറയൊക്കെ പണ്ടത്തെ ഓർക്കുന്നുണ്ടോ പ്രായമുള്ളവർ? മസൂരി, കോളറ, അങ്ങനെയൊക്കെയുള്ള രോഗം. ഇത് പരുക്കളാണ് ശരീരത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ചിക്കൻ ബോക്സോ മസൂരിയൊക്കെ പോലെ. അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ പാർപ്പിടം നീങ്ങി ഒരു കൂടാരത്തിലേക്ക്, ഒരു കൊച്ച് രോഗികളായിരിക്കുമ്പോൾ കുഷ്ഠരോഗികളെയൊക്കെ പാർപ്പിക്കുന്നത് പോലെ, മസൂരിയൊക്കെ വരുമ്പോൾ വന്ന് അന്നത്തെ കാലത്ത് പാർപ്പിക്കുന്ന പോലെ, എത്ര വലിയ വീടാണെങ്കിലും എത്ര സപ്രപഞ്ചം കട്ടിലാണെങ്കിലും അതിൽ നിന്ന് അദ്ദേഹത്തെ ഒരു ചാക്ക് വിരിച്ച് കിടത്തുന്നത് പോലെ മാറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? കൊട്ടാരത്തിൽ പള്ളിമേടയിൽ പള്ളിമെത്തയിൽ വെഞ്ചാമരത്തിൻ്റെ കാറ്റുമേറ്റ് കിടന്നുറങ്ങിയ മനുഷ്യൻ ഇപ്പോൾ എൻ്റെ പാർപ്പിടം നീങ്ങി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിപ്പാർപ്പിച്ചു. രോഗം അതാണ്. ഏത് രാജാവാണെങ്കിലും കൊണ്ടുപോകും കേട്ടോ. ആശുപത്രിയിലോ ICUയിലോ ഒക്കെ കൊണ്ടുപോയിട്ടാൽ എത്ര വലിയ കൊട്ടാരമാണെങ്കിലും വിട്ടല്ലേ മതിയാകൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി അതാണ്. 12-ാമത്തെ വാക്യത്തിൽ വീണ്ടും അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതം തുണി ചുരുട്ടി വെച്ചതുപോലെ ചുരുണ്ടുപോയി. നീണ്ടു നിവർന്ന് നിന്നാൽ 6.25 അടി പൊക്കമുള്ള മനുഷ്യനായിരിക്കും. പക്ഷെ രോഗം വന്ന ആൾ ചുരുണ്ടുപോയി അദ്ദേഹം. പിന്നെ 13-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ എന്നെ തന്നെത്താൻ അടക്കി. രാജാക്കന്മാരുടെ മനസ്സെന്നൊക്കെ പറയുന്നത് അഹങ്കാരം നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട്. ഭയങ്കര തലയെടുപ്പോടുകൂടി കുനിയാൻ പാടില്ലാത്ത ആളാണ്, മനസ്സുകൊണ്ട് ഒതുങ്ങാൻ പാടില്ലാത്തവനാണ് രാജാവ്. പക്ഷേ ഇപ്പോൾ പറയുകയാണ്, ഈ രോഗം വന്നതോടുകൂടെ ഞാൻ തന്നെത്താൻ അടക്കി. 14-ാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചു. അതിനർത്ഥം എന്താ? ദൈവം ഉണ്ടെന്നറിയാം. പ്രാർത്ഥിച്ച് അല്ല, ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചു. എൻ്റെ ശരീരത്തിലെ പരുക്കളെ നോക്കി ക്ഷീണിച്ചെന്നല്ല, ഉയരത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നോക്കി. കുറച്ച് നാളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, ക്ഷീണിച്ചു. 14-ാം വാക്യം അതാ പറഞ്ഞിരിക്കുന്നത്. 14-ാം വാക്യം വീണ്ടും എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ എഴുതിയിരിക്കുന്നത് ഞെരുക്കത്തിലാണ് അദ്ദേഹം. ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, ഞെരുക്കത്തിലാണ് അദ്ദേഹം. പിന്നെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, മനോവ്യസനം ഹേതുവായി. ഇപ്പം മനോവ്യസനം, ഇപ്പം ഞാൻ എഴുതി വെച്ചു, പാർപ്പിടം നീങ്ങി, ജീവിതം ചുരുണ്ടു, തന്നെത്താൻ അടക്കി, ക്ഷീണിച്ചു, ഞെരുങ്ങിപ്പോയി, മനോവ്യസനം. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്ഥിതി എനിക്ക് തോന്നുന്നില്ല എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത്രയും ഒരു സ്ഥിതിക്കകത്ത് വന്നെന്ന്. പ്രയാസം കാണും, കടഭാരം കാണും, 2 പരീക്ഷയ്ക്ക് തോറ്റ് കാണും, ഇത്രയും നാളായിട്ടും ജോലി കിട്ടിക്കാണില്ല, കല്യാണ ജീവിതത്തിനകത്ത്, വിവാഹ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഉലച്ചിൽ വന്ന് കാണും, പിന്നെ എന്തൊക്കെയോ തോൽവി വന്ന് കാണും, എന്തൊക്കെയോ കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് സഹിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടോ, ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ. സാറേ, ഇത്രയും വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് അങ്ങ് എന്താ ചെയ്യുന്നത്? നിരാശപ്പെട്ട് ആരെയും കാണണ്ടെന്ന് പറഞ്ഞ്, ആരെങ്കിലും കാണുമ്പോൾ കണ്ണിൻ്റെ 2 കടമൊഴിയിലൂടെ കണ്ണുനീര് കവിഞ്ഞൊഴുകി വല്ലാത്തൊരു സ്ഥിതിയിൽ അയ്യോ ചത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഒതുങ്ങിക്കൂടി ജീവിച്ചു, ഒന്നും മിണ്ടാതെ ജീവിച്ചു എന്നല്ല അവിടെ എഴുതിയത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ. ഇന്നെന്ത് ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ അങ്ങെന്താ ചെയ്തത്? ഇത്രയും സങ്കടത്തിൽ, ഇത്രയും മനോവ്യസനത്തിൽ, ഇത്രയും തന്നെത്താൻ ചുരുണ്ടിരിക്കുമ്പോൾ ഇന്ന് അങ്ങെന്തായി ചെയ്യുന്നത്? 19-ാം വാക്യം സൂക്ഷിച്ച് വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ന് ഞാൻ ഒന്നേ ചെയ്യുന്നുള്ളൂ. ഓഫീസ് കാര്യങ്ങൾ അധികം ഞാൻ ശ്രദ്ധിക്കുന്നില്ല, വീട്ടുകാര്യങ്ങൾ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ പറഞ്ഞെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നു ഈ രോഗക്കിടക്കയിൽ? ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ജീവനുള്ളവൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം ഒന്നേ ചെയ്യാനുള്ളൂ, ദൈവത്തെ സ്തുതിക്കാൻ. ഞാൻ പറയട്ടെ, ശരീരം ക്ഷീണിച്ചാലും, കാശ് നഷ്ടപ്പെട്ടാലും, ജോലി പോയാലും, പരീക്ഷയ്ക്ക് തോറ്റാലും, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും, കരുതേണ്ടവർ കൈവിട്ടാലും, എല്ലാം നാശമായാലും, തന്നെത്താൻ ഒതുങ്ങിയാലും, മനസ്സിടിഞ്ഞാലും, മനോവ്യസനം വന്നാലും, നാക്കനങ്ങത്തില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ സ്തുതിക്കാൻ.
ദൈവത്തെ സ്തുതിക്കാൻ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും, എത്ര ദോഷം ആരൊക്കെ ചെയ്താലും ദൈവത്തെ സ്തുതിക്കാൻ ഇതൊന്നും ഒരു തടസ്സമല്ല. ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ രോഗിയാണ്, വലിയ കഷ്ടത്തിലാണ്, ഒത്തിരി പ്രയാസത്തിലാണ്, എൻ്റെ കൊട്ടാരം വിട്ട് മറ്റെവിടെയോ പാർപ്പിച്ചിരിക്കുകയാണ്, ഞാൻ ചുരുണ്ടുപോയി. പക്ഷേ ഇതൊക്കെ സംഭവിച്ച് കിടക്കുമ്പോഴും ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ, മുമ്പോട്ട് നോക്കിയാൽ ഒന്നും കാണാനില്ലാത്തപ്പോൾ, ഇനി എന്താ ചെയ്യണ്ടേ എന്നറിയാതിരിക്കുമ്പോൾ, ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് നിശ്ചയമില്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ മനുഷ്യൻ പറയുന്നു, ഒന്ന് ചെയ്യാൻ പറ്റും. എന്താ? ദൈവത്തെ സ്തുതിക്കാൻ. പണ്ട് യഹോശാഫാത്തും ഇത് ചെയ്തു. എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയ ദിവസം ഒരു പഞ്ഞിനൂലങ്കി ധരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് യഹോവയെ പുകഴ്ത്താൻ തുടങ്ങി, വാഴ്ത്താൻ തുടങ്ങി. ഞാൻ പറയാം, പറഞ്ഞു നിർത്താം, പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒന്നും ചെയ്യാനില്ല, ഇനി ആരും കൂടെ നിൽക്കാനില്ല, ആരോടും ഇനി പറയാനുമില്ല. പക്ഷെ ഒന്ന് ചെയ്യാം, ദൈവത്തെ സ്തുതിക്കാം. സ്തുതിച്ചു നോക്ക്, കരയാതെ, ഭാരപ്പെടാതെ, നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഈ ദണ്ണിയരച്ചിലും നൊമ്പലും വിളിച്ചു പറയാതെ, അടങ്ങി ഒതുങ്ങി കിടന്നുകൊണ്ട്, ഒതുങ്ങിക്കൂടിയിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്ക്. ഇത്രയൊക്കെ ജീവിക്കാൻ പറ്റിയല്ലോ, ഇത്രയൊക്കെ വന്നല്ലോ. ജീവിതത്തിൻ്റെ പകുതി എത്തിയപ്പോഴേക്കും ഒരു സിംഹാസനത്തിലിരുത്തി, ഒരു നിലയിൽ വരുത്തി. പിന്നെ ഇപ്പോഴൊരു പ്രശ്നം വന്നു, അതല്ലേ? സ്തുതിച്ച് നേടാം, സ്തുതിച്ച് ജയിക്കാം, സ്തുതിച്ച് നമുക്ക് മറുകര കയറാം. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, കരയരുത്, നിരാശപ്പെടരുത്, പിന്മാറരുത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ എന്ന് ഒരു രോഗിയായി കിടന്ന ഭക്തൻ പറഞ്ഞതുപോലെ ദൈവത്തെ സ്തുതിക്കുക. സ്തുതിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കട്ടെ. ഒന്ന് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ, അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുക. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ എന്ന് നമുക്കും പറയാനിടയാകട്ടെ. കൊച്ചു കാര്യം വന്നതോടുകൂടി പള്ളിയിൽ പോകില്ല, വേദപുസ്തകം വായിക്കത്തില്ല, ഉപദേശിമാരോട് കയർക്കുന്നു, വീട്ടിൽ ഗ്ലാസ് തല്ലി പൊട്ടിക്കുന്നു. ചുമ്മാതിരി. ഒന്നേ നിനക്ക് ചെയ്യാനുള്ളൂ, എന്തു വന്നാലും ദൈവത്തെ സ്തുതിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. കാര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും, കഷ്ടത തലയ്ക്ക് മീതെ നിൽക്കുകയാണെങ്കിലും, ആരും കാണാനില്ലെങ്കിലും കരുതാനില്ലെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ഞങ്ങൾക്ക് ചെയ്യാം. ഒരു മാതൃകാ മനുഷ്യൻ പറഞ്ഞു, ഇന്ന് ഞാൻ ചെയ്യുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ജീവനുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നാക്കനകത്തില്ലെങ്കിലും, കണ്ണിൻ്റെ കൃഷ്ണമണി പോലും ചലിക്കത്തില്ലെങ്കിലും, ചെറുവിരലനങ്ങത്തില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.